ഇന്ന് ഞാൻ പതിവിലും നേരത്തെ എഴുന്നേറ്റ്. നേരത്തെ എന്നൊക്കെ പറഞ്ഞ ഒരു 4:30 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ. എന്തിനാ? ഇന്നാണ് എൻ്റെ ലാസ്റ്റ് എക്സാം. എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യാന്ന് വെച്ചാണ് എഴുന്നേറ്റ്. ബാംഗ്ലൂർ ഇപ്പം നല്ല തണുപ്പാണ്. അതാണ് ഞാൻ സ്വെറ്ററൊക്കെ വലിച്ചിടുന്നത്. എൻ്റെ റിവിഷനും കാര്യങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് നല്ല അടിപൊളിയായിട്ട് നടന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ചതിച്ച്. ഒരുമാതിരി വൃത്തികെട്ട ക്വസ്റ്റ്യൻ. ഏതവനാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത്? പിന്നെ ഇത് ഞങ്ങളുടെ മാത്രം അവസ്ഥയല്ല, ഫസ്റ്റ് സെമ്മുകാർക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഓരോരോ ലീലാവിലാസങ്ങളെ. എക്സാം കുറച്ച് പാടായതിൻ്റെ നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ആ സങ്കടമൊക്കെ മാറി. ഈ ക്ലിപ്സ് എല്ലാം കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഞങ്ങൾക്ക് അന്ന് തന്നെ നാട്ടിൽ പോരാൻ വേണ്ടിയിട്ട് പെർമിഷനൊക്കെ കിട്ടിയിരുന്നു. എക്സാം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിൽ എന്തോ ഒന്ന് പോയി. പിന്നെ അവിടെ കൂടെ ഒരു ചേട്ടൻ കുറേ ബിങ്കോ ഒക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് വേണം. ഇതിങ്ങനെ പാക്കറ്റിൽ നല്ല സെക്യൂർ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് മേടിച്ചത്. കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ പൊസിഷൻ ചെക്കിംഗ് ആണ്. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. കുട്ടി വിചാരിച്ചു ഇങ്ങനെ ഇരുന്ന് വേണം പോകാനെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി എൻ്റെ ബെർത്ത് പൊക്കത്താണ്, അതുകൊണ്ട് അവൾക്ക് ഇവിടെ നന്നായിട്ട് കിടന്നുറങ്ങാമെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. രാവിലെ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പം എറണാകുളം എത്തിയായിരുന്നു. കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കോട്ടയത്തെത്തി. വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉടനെ ഇടാം.